ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ പോഷക ഗുണവും പിന്നെ നല്ലോണം ആരോഗ്യം തരുന്ന ഒരു നാടൻ കാടമുട്ട റോസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിൻ്റെ മുമ്പായി വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കാടമുട്ട റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നാൽ അതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഏകദേശം മൊരിഞ്ഞു വരുമ്പോൾ നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾക്ക് 3 ഉള്ളി ചെറുതായി അരിഞ്ഞത് അത് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് നമുക്ക് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ചേർത്തിട്ട് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുക. പക്ഷേ എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് കളറൊക്കെ നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ വഴറ്റി അങ്ങ് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ മസാല നല്ലപോലെ വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച കാടമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 20 കാടമുട്ടയോളം ഇവിടെ എടുത്തിട്ടുണ്ട്. കാടമുട്ട ഇട്ടതിന് ശേഷം ഇതിനെല്ലാം നല്ലപോലെ ഇളക്കി ഒന്നും കൂടി യോജിപ്പിച്ച് എടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ മസാലയെല്ലാം നല്ലപോലെ മുട്ടയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇനിയൊരു 2 മിനിറ്റോളം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ നേരത്ത് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ റോസ്റ്റാക്കി വെക്കുന്നത് കൊണ്ട് ഇതിലോട്ട് ചൂടുവെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ കാടമുട്ട റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കാൻ നോക്കണേ. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.